കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങളുണ്ടെന്ന് സംശയം. പോലീസ് അന്വേഷണം തുടങ്ങി. നാട്ടുകാരാണ് ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നത്. സെമിത്തേരിയിൽ ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ ഒരേ സമയം അടക്കം ചെയ്യാറില്ല. വിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി. വിജീഷ്, ഇതെങ്ങനെയാണ് ഈ സംശയം ഉയർന്നത്? അത് സ്ഥിരീകരിക്കപ്പെട്ട ഒന്നാണോ? ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങളുണ്ടോ? ഏത് തരത്തിലുള്ള ഒരു പരിശോധനയും തെരച്ചിലും നടക്കും? സൈഫുദ്ദീൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിട്ടി അയ്യങ്കുന്ന് പഞ്ചായത്തിൽപ്പെട്ട വാണിയപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഉണ്ണിയേശു പള്ളിയുടെ മുറ്റത്താണ്. ഇതിനോട് ചേർന്ന് ഈ പള്ളിക്കകത്ത് തന്നെ ഒരു സെമിത്തേരി ഉണ്ട്. അവിടെയുള്ള പൊതു കല്ലറയിൽ ഒന്നിലാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ മൃതദേഹങ്ങൾ പൊതുവെ പൊതുകല്ലറയായത് കാരണം പല മൃതദേഹങ്ങളും സംസ്കരിക്കും. പക്ഷേ കഴിഞ്ഞ 13-ാം തീയതി ഇവിടെ ഒരു മൃതദേഹം അടക്കം ചെയ്യുന്നതിന് വേണ്ടി കല്ലറയുടെ മുകളിലുള്ള സ്ലാബ് മാറ്റിയ ഘട്ടത്തിലാണ് ഒരു കല്ലറയുടെ അകത്ത് 2 മൃതദേഹങ്ങൾ ഒരേ സമയം അടക്കം ചെയ്ത തരത്തിലുള്ളത് കണ്ടത്. ഒന്നൊരു പെട്ടിക്കകത്തും മറ്റേതൊരു പ്ലാസ്റ്റിക് പായന്റെ അകത്ത് പൊതിഞ്ഞ നിലയിലുമാണ്. അത് മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിനകത്ത് ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഒരു മൃതദേഹത്തിന്റെ രൂപത്തിലാണ് ആ പായ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വലിയ തരത്തിലൊരു സംശയം ഉയർന്നു. ഒപ്പം തന്നെ ദുരൂഹത, ഇത് ഏതെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും ഒരു കൊലപാതകമോ മറ്റോ നടത്തിയിട്ട് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചതാണോ എന്നുള്ളൊരു തരത്തിലൊരു സംശയം വന്നു. അതിനെ തുടർന്ന് പള്ളി അധികാരികൾ പോലീസിൽ, കരിക്കോട്ടക്കരി പോലീസാണ് ഇത്, പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതാണ് ഈ പള്ളി. അതുകൊണ്ട് തന്നെ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ അവർ അടുത്ത ദിവസം തന്നെ പരാതി നൽകി. തുടർന്ന് പോലീസ് എത്തി ഈ കല്ലറ പരിശോധിക്കുന്നതിനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കല്ലറ തുറന്നു പരിശോധിച്ച് ഇത് പുറത്തെടുത്ത് ഏതെങ്കിലും തരത്തിൽ ഇത് ബോഡിയാണോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഉറപ്പുവരുത്തേണ്ട നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ട ഒരു സമയമുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതിനകത്തൊരു കാലതാമസം വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം 14-ാം തീയതിയാണ് പോലീസിൽ ഈ വിവരം പള്ളി അധികാരികൾ പരാതിയായിട്ട് നൽകിയത്. പക്ഷേ ഇതിനകത്തൊരു മെല്ലപ്പോക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിശ്വാസികളും ചില നാട്ടുകാരും ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പോസ്റ്റുകളും മറ്റും പങ്കുവെച്ചതിന് പിന്നാലെയാണ് വലിയ തോതിൽ ഇത് ഒരു ചർച്ചാ വിഷയമാകുകയും പോലീസ് ഇതിനകത്തൊരു ഇടപെടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെ കല്ലറ തുറന്ന് ഈ കണ്ട പ്ലാസ്റ്റിക് കെട്ടും അതുപോലെ തന്നെ മറ്റേ ബോഡിയും പുറത്തേക്കെടുത്ത് പരിശോധിക്കുന്ന തരത്തിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല. ഏതായാലും ഇതിനകത്ത് വലിയ തരത്തിൽ ദുരൂഹത നിലനിൽക്കുന്നു. ഒരേ സമയത്ത് 2 ബോഡി അടക്കം ചെയ്യില്ല എന്നുള്ളതും ഒപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് പായന്റെ അകത്ത് പൊതിഞ്ഞുകൊണ്ടൊരു മൃതദേഹം ഇപ്പോൾ കല്ലറയിൽ അടക്കം ചെയ്യാറില്ല എന്നുള്ളതുമാണ് ഇതിനകത്ത് സംശയം ജനിപ്പിക്കുന്ന കാര്യം. ആ സംശയത്തിനകത്ത് അല്ലെങ്കിൽ ആ ദുരൂഹതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത് പുറത്തെടുത്ത് ഇത് ബോഡിയാണോ എന്നുള്ള കാര്യത്തിനകത്ത് പരിശോധന വേണം. ഇനി ബോഡി ആണെങ്കിൽ തന്നെ അത് എങ്ങനെ ഇതിനകത്ത് എത്തി എന്നുള്ള കാര്യത്തിനകത്തും പരിശോധന വേണം. നമുക്ക് ഈ പള്ളി കാണാം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വാണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരു മലക്ക് താഴെ, അതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളിയിനകത്ത് ഒരു 10 വർഷത്തിൽ താഴെയായിട്ടേ പള്ളി പണിതിട്ടുള്ളൂ. അതിനകത്ത് 1 വർഷം മുൻപാണ് ഇപ്പോൾ ഇവിടെ CCTV വന്നിരിക്കുന്നത്. പിന്നെ ഈ പള്ളി സെമിത്തേരിയുടെ കാര്യം വരികയാണെങ്കിൽ അതിന് ഗ്രിൽസ് ഉണ്ടെങ്കിലും അത് രാത്രി കാലങ്ങളിലൊന്നും പൂട്ടിയിടാറില്ല. ഗ്രിൽസ് തുറന്നിടാറുണ്ട്. ഒപ്പം തന്നെ CCTV ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും വെച്ച് നോക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് രാത്രി അല്ലെങ്കിൽ ഒരു അസമയത്ത് ഒരു സംഭവം, ഒരു മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ കല്ലറേൻ്റെ അകത്ത് കൊണ്ടിടുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പള്ളി അധികാരികൾക്കും ഇതിനകത്ത് സംശയമുള്ളത്. ആ ദുരൂഹത ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ പള്ളി വികാരിയായിട്ടുള്ള ഫാദർ ജിൽബർട്ടും പറയുന്നത്. അദ്ദേഹം അല്പം മുൻപ് നമ്മുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പോലീസ് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊതിക്കെട്ടെടുത്ത് പരിശോധിക്കുന്ന നടപടികളിലേക്കാണ് പോലീസ് കടക്കാനുള്ളത്.